ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷിലെ പാർട്ട് 7ാമത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ടിന്റെ പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇതുമായി ബന്ധപ്പെട്ട PPT-യും മറ്റ് PDF-ഉം മറ്റു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. അതേപോലെ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF PPT-യും കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സമയം കളയാതെ എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാവുന്നതാണ്. സ്ഥിരമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ്. അതിൽ 4ാമത് കാണുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടുള്ളത്. ഓക്കെ, അതിലെ 7ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതായിരിക്കും. PDF എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്തെന്നായിരിക്കും ലഭിക്കുന്നതായിരിക്കും. ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, 1600 ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുന്നത്. ആദ്യത്തെ ആക്ട് വരുന്നത് 1777 1773 എങ്കിൽ 173 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കണമെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് എന്ത് പറയുന്നത്, നമ്മുടെ അവിടെ അഴിമതി ഉണ്ടായിരുന്നു, സ്വജനപക്ഷപാതം ഉണ്ടായിരുന്നു, ആകെ പ്രശ്നമായിരുന്നു. അതിനുശേഷം അവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് അധികാരം എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് പാർലമെന്റിന് എത്തണം. അത് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, എത്തുന്നതായിരിക്കും. അപ്പൊ കുറച്ച് പേര് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തി, കഴിഞ്ഞ ക്ലാസ്സിലാണ് സാറ് ഘോരം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് 1853 1853 ആക്ട് പ്രകാരം എല്ലാം കഴിഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ പോകുന്നുള്ളത്. ശരി തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് ഒറ്റ കാര്യം നോക്കേണ്ട കാര്യമുള്ളൂ, അതായത് ബോർഡ് മാറ്റിയിട്ടില്ല. സോ ബോർഡ് മാറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ബോർഡ് മാറ്റിയിട്ടില്ല. അത് മാറ്റാൻ പോകുന്നത് എപ്പോഴാ, 1858 എങ്കിൽ ഈ കൺസെപ്റ്റിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. സോ 1858 ശേഷം ആക്ട് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കൺസെപ്റ്റിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി മുതൽ നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രിട്ടീഷ് രാജ് ഉണ്ട്, ബ്രിട്ടീഷ് രാജ് വരാൻ വേണ്ടി പോവാണ്. വെച്ചാൽ ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിക്കാൻ വേണ്ടി പോവാണ്. ഒരു ബ്രിട്ടൻ ഉണ്ട്, ഇന്ത്യയുണ്ട്. ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, അധികാരം ഇന്ത്യക്കാർ പിടിച്ചെടുക്കണം. അപ്പൊ എപ്പ സ്വാതന്ത്ര്യം കിട്ടും, 1947. അപ്പൊ നെക്സ്റ്റ് സെറ്റ് ഓഫ് ആക്ട് വരാൻ പോകുന്നത് എന്താ, 1861 തൊട്ട് 1947 വരെയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെ നമുക്ക് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് അടുത്ത സെക്ഷനിൽ വരാൻ വേണ്ടി പോകുന്ന കാര്യം. ഇന്നത്തെ സെക്ഷന്റെ ഈ ഒരു കൺസെപ്റ്റിന്റെ ലാസ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ ബോർഡ് മാറ്റാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, ബോർഡ് മാറ്റാൻ പോവുകയാണ്. ഈസ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് ബോർഡ് മാറ്റുന്ന അവിടെ എന്ത് വരുന്നു, ബ്രിട്ടീഷ് പാർലമെന്റ് വരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, എങ്കിൽ 2 വാക്ക് ഇനി കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് 2 ക്ലാസ് എന്തായാലും കണ്ടിട്ടുണ്ടാവണം. ഒന്ന് 1853 ചാർട്ടർ ആക്ട്, അതേപോലെ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഈ 2 ആക്ട് എന്തായാലും വേണം. കണ്ടിന്യൂസ് ആയി കാണുന്ന നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ ആണ് ആദ്യമായി കാണുന്നെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. അതെ, എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവിടെ ഭരിക്കാൻ പോകുന്ന ആളുടെവരാണ് ഗവർണർ ജനറൽ. എങ്കിൽ ഗവർണർ ജനറൽ നമുക്ക് കൗൺസിൽ വേണം. 2 കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൗൺസിലിന്റെ പേര് എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഒരു കൗൺസിലിന്റെ പേര് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇങ്ങനെ 2 കൗൺസിൽ ഉണ്ടാക്കിയിട്ട് അതിൽ ആരൊക്കെ വേണം, എങ്ങനെ വേണം, ലെജിസ്ലേറ്റർ വർക്ക്, നിയമനിർമ്മാണം എങ്ങനെയാണ് നടത്തുക എന്നുള്ള കാര്യമെല്ലാം നോക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് മാറ്റുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പുതിയൊരാളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ കോൺസെൻട്രേഷൻ കേന്ദ്രം എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. സാർ ഹിസ്റ്ററി എന്ന് വെച്ചാൽ വൈസ്രോയ് ആണ്, ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഗവർണർ ജനറൽ ആണ്, ഞങ്ങൾക്ക് അത്ര സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒന്നും പഠിക്കാനില്ല, ഇതെങ്ങനെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇത്രയും വലിയ കോൺസെൻട്രേഷൻ ആയി മാറിയേ? ആ കഥ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഗസ്റ്റ് 2 1858 പാസ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ഇതിലൂടെ കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ അധികാരങ്ങൾ, പവേഴ്സ്, അവരുടെ ടെറിട്ടറീസ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ, അവരുടെ റവന്യൂസ്, അവരുടെ പൈസ, ഇത് മുഴുവൻ ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യിലെത്തി. അപ്പൊ നിങ്ങൾ 2 കാര്യം മനസ്സിലാക്കണേ. ബ്രിട്ടീഷ് ക്രൗൺ എന്ന് വെച്ചാൽ രാജാവോ രാജ്ഞിയോ ആണ്. ഈ സമയത്ത് 1858 ഒരു രാജ്ഞിയാണ് ഉണ്ടായിരുന്നത്. രാജ്ഞിയുടെ പേരാണ് ക്യൂൻ വിക്ടോറിയ. അതുകൊണ്ട് നമ്മൾ ഇനി മുഴുവൻ രാജ്ഞി എന്നാണ് പറയുക. ക്രൗൺ എന്ന് വെച്ച അർത്ഥം എന്താ, ഒന്നെങ്കിൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. രാജാവും രാജ്ഞിയൊക്കെ നേരിട്ട് ഭരിക്കുന്ന സംഭവം പണ്ടേ ബ്രിട്ടനിൽ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കും ഭരിക്കുക.
ആ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭരണഘടനാ തലവൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിന്റെ പേരാണ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. പറയുമ്പോ എല്ലാം രാജാവ് രാജ്ഞി എന്ന് പറയുള്ളെങ്കിലും അതിന്റെ ആക്ച്വൽ ഭരിക്കാൻ പോകുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഈ പരിപാടിക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇനി മുതൽ ഇവിടെയുള്ള നമ്മുടെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ് വിളിക്കില്ല. പകരം എന്ത് വിളിക്കുന്നതായിരിക്കും? വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗവർണർ ജനറൽ പൊന്നപ്പൻ ആണെങ്കിൽ വൈസ്രോയ് ഓഫ് ഇന്ത്യ തങ്കപ്പനാണെങ്കിൽ പൊന്നപ്പൻ തന്നെയാണ് തങ്കപ്പൻ, തങ്കപ്പൻ തന്നെയാണ് പൊന്നപ്പൻ. സാർ അങ്ങനെ പറഞ്ഞ ഗവർണർ ജനറലിന്റെ പവറും അധികാരങ്ങളും എല്ലാം 1853 ചാർട്ടർ ആക്ടിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് 1858 പറഞ്ഞ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിലേ പോയിന്റ്സ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ബോറടിക്കുന്നു സാറേ എന്ന് പറയുന്നവരാണ് നിങ്ങൾ. എങ്കിൽ അതിനിടയ്ക്ക് അതേ ആക്ടിനെ വീണ്ടും വീണ്ടും കൂടെ തുരുകി കഴിഞ്ഞാൽ ആകെ ബോറടി ആയിരിക്കില്ലേ? അപ്പൊ ആക്ച്വലി എല്ലാം എന്ത് കഴിഞ്ഞു? ഗവർണർ ജനറലിന്റെ എല്ലാ അധികാരങ്ങളും 1853 പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഗവർണർ ജനറലിന്റെ പേര് മാത്രം മാറ്റിയാൽ മതി. എന്തിനാ സാറേ പേര് മാറ്റേണ്ട സംഭവം ഉള്ളത്? ഗവർണർ ജനറൽ വിളിച്ചാൽ പോരെ? സ്വാഭാവികം, കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഗവർണർ ജനറൽ വിളിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ബ്രിട്ടീഷുകാർ നേരിട്ട് പിടിച്ചെടുത്തിരിക്കുകയാണല്ലോ. സ്ഥലമൊക്കെ ഒന്ന് പിടിച്ചെടുത്ത് ആക്ടൊക്കെ ഒന്ന് മാറ്റിയല്ലേ. അപ്പൊ ഒരു വിഭാഗം അടിയായി ഗവർണർ ജനറൽ എന്ന് വിളിക്കാം. ഒരു വിഭാഗം അടിയായി അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? പുതിയ പേരിടണം, വൈസ്രോയ് എന്ന് വിളിക്കാം. എങ്കിൽ പറഞ്ഞ് എന്തായാലും പുതിയ ആക്ട് ആണ്, പുതിയ സംഭവമാണ്, ബ്രിട്ടീഷ് രാജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യ ബ്രിട്ടൻ നേരിട്ട് ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. കമ്പനി ഭരണമൊക്കെ അവസാനിക്കുകയാണ്. ഇതൊരു വലിയ മഹാമഹ സംഭവമാണ്. ഇത്രയും നല്ലൊരു സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗവർണർ ജനറൽ പേര് അങ്ങോട്ട് മാറ്റിക്കളയാം. അപ്പൊ നേരത്തുള്ള അധികാരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാ? ഒരു മാറ്റമില്ല. നേരത്തുള്ള പരിപാടി എന്തെങ്കിലും മാറ്റം ഉണ്ടാ? ഒരു മാറ്റമില്ല. എന്ത് മാത്രമേ ഗവർണർ ജനറൽ മാറ്റിയിട്ടുള്ളൂ? പേര് മാറ്റി. ഇനി മുതൽ ഗവർണർ ജനറലിന്റെ ബോർഡിന്റെ അവിടെ എന്തുണ്ടാവും? വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഈ ആക്ട് എന്ന് പറയുന്നത് പുതിയൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്ലാസ്സിലിട്ട് മുന്നോട്ട് കടക്കാൻ. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. ആക്ട് വന്നിരിക്കുന്നത് 1784 ഈ ആക്ടില് ഡ്യുവൽ ഗവൺമെന്റ് സ്കീം, അതായത് ഇരട്ട ഗവൺമെന്റ് സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇരട്ട ഗവൺമെന്റ് സമ്പ്രദായത്തിന്റെ പേരാണ് എന്തുള്ളത്? ആക്ച്വലി ഒന്നിന്റെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ, ഒന്നിന്റെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. സോ അതൊക്കെ ഞങ്ങൾ പഠിച്ചതാണ്. അതൊന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, ഒന്നിന്റെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ, ഒന്നിന്റെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്റ്റ് ആയിട്ട് ആര് കൈകാര്യം ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരുടെ കയ്യിലായിരിക്കും? കമ്പനിയുടെ കയ്യിലായിരിക്കും. ഇങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ പരിപാടി ഇനി മുതൽ ഇല്ല. ആര് പറഞ്ഞു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞു. അപ്പൊ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന ആ സംവിധാനം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നത്? ഇല്ലാതാക്കുന്നത്. അതുവരെ കമ്പനിയിൽ 2 വിഭാഗമുണ്ട്. വിഭാഗം നമ്പർ 1 ബോർഡ് ഓഫ് കൺട്രോൾ, അത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കയ്യിലായിരിക്കും. വിഭാഗം നമ്പർ 2 കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അത് ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ കമ്പനിയുടെ കയ്യിലായിരിക്കും. ഇനി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഇല്ല, ബോർഡ് ഓഫ് കൺട്രോളും ഇല്ല. പകരം ആരാ ഉള്ളത്? ഒരു വൈസ്രോയ് ഉണ്ട്, ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? അതെ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വിളിക്കുന്ന വേറൊരു പേരാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വീണ്ടും പൊന്നപ്പനും തങ്കപ്പനും പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പൊന്നപ്പനാണെങ്കിൽ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തങ്കപ്പനാണ്. അപ്പൊ 2 സെയിം തന്നെയാണ്. ഇനി നമുക്ക് എഴുതിയിരിക്കുന്ന വാചകത്തെ നല്ല രീതിയിൽ വായിക്കാം. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നല്ല ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ട്. എങ്കിൽ നിങ്ങൾ ഇന്ത്യ എന്താന്ന് അറിയണം. നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ പുസ്തകത്താളുകൾ നിങ്ങൾ പഠിച്ച ഇന്ത്യ അല്ല ഇന്ത്യ. അതേപോലെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ അല്ല. ബ്രിട്ടീഷുകാരുടെ ഒരു ഇന്ത്യയുണ്ട്. അവിടെ ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയെ ഭരിക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടാണ്. സാർ പറഞ്ഞ് മനസ്സിലായില്ല? എന്റെ മക്കളെ, ഇതിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒന്നുമില്ല. പോയിന്റ് നമ്പർ 1, ഇന്ത്യക്കാർ ഇത് ബാധിക്കുന്നേ ഇല്ല. ഇത് ബ്രിട്ടീഷ് കമ്പനിയും ബ്രിട്ടീഷ് പാർലമെന്റ് തമ്മിലുള്ള അടിയാണ്. ഇപ്പൊ ഇന്ത്യക്കാർ ഇതിലേക്ക് റോളിലേക്ക് വന്നിട്ടേ ഇല്ല. ഇന്ത്യക്കാർ ഈ റോളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസ് ഉണ്ടാവണം, പരിപാടി ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. 1885 ഒക്കെ ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ 1858 ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 30 വർഷം സമയമുണ്ട്. അതായിട്ടില്ല എന്ന് വെച്ചാൽ ഈ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റാൻ പോകുന്നതോ ഒന്നുമല്ല. ബ്രിട്ടന്റെ എങ്ങനെ ഭരിക്കണം, ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്നുള്ള പരിപാടി എന്ത് ചെയ്യാൻ പോകണം? മാറ്റാൻ വേണ്ടി പോവാണ്.
ഇത്രയും മനസ്സിലായ? ഓക്കെ. അപ്പൊ ഇതിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറഞ്ഞു, ഇനി മുതൽ ഇടയിൽ കമ്പനി എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് ഇനി മുതൽ ഉണ്ടാവില്ല, എല്ലാം ബ്രിട്ടീഷുകാരായിരിക്കും ഉണ്ടാവുക. എങ്കിൽ ഇതിനെ ഞങ്ങൾ വിളിക്കാൻ പോകുന്ന പേരാണ് ബ്രിട്ടീഷ് രാജ്. അപ്പൊ ബ്രിട്ടീഷ് രാജ് ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എവിടെയാണ് ബ്രിട്ടീഷ് രാജ് ഉള്ളത്, ബ്രിട്ടീഷ് രാജ് എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട എവിടെയുണ്ടെന്നല്ല, സോറി, ബ്രിട്ടീഷ് രാജ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട സംഭവത്തിന്റെ പേരാണ് 1858 മുതൽ 1947 വരെ. അതിനു മുമ്പ് എന്തായിരുന്നു? കമ്പനിയുടെ ഭരണം. 1858 1947 വരെ എന്തായിരുന്നു? ബ്രിട്ടീഷ് രാജ്. അതിനു മുമ്പ് എന്തായിരുന്നു? കമ്പനിയുടെ ഭരണം. അപ്പൊ എവിടെയാ ഇരിക്കുന്ന എന്നോട് പറഞ്ഞോ, 1600 മുതൽ 1858 വരെ ആരാ ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം. 1858 മുതൽ 1947 വരെ എന്താണ്? ഈ ബ്രിട്ടീഷ് രാജ്, ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഭരിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോണ്? ഡയറക്റ്റ് ആയിട്ട് ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യൻ ഗവർണൻസിൽ, അതായത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ബ്രിട്ടൻ നേരിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടില്ല? നേരിട്ട് വന്നിട്ടില്ല. കമ്പനിയോടിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആയ? ഡണ്ണായ? ഓക്കെ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ ഓവറായി. ഓവർ ആൻഡ് ഔട്ട്. ഓക്കെ. കഥം ഹോഗയ, ടാറ്റ ബൈ ബൈ. അപ്പൊ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയോട് എല്ലാം പറഞ്ഞ് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ ശേഷം അഡ്മിനിസ്ട്രേഷൻ ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷ് ക്രൗണിന് കൊടുത്തു. നന്നായി മനസ്സിലാക്കണേ, ബ്രിട്ടീഷ് ക്രൗൺ എന്ന് വെച്ചാൽ ക്യൂൻ വിക്ടോറിയ ആണ്, സമ്മതിച്ചു. താഴെ ആരുണ്ട്? ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ ഗവൺമെന്റ് ഓഫ് എസ്റ്റാബ്ലിഷ് ഇന്ത്യ 1858, ഇന്ത്യയിൽ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? ബ്രിട്ടീഷ് രാജ്. എപ്പ വരെ നടന്നു? 1947 വരെ. എന്തുകൊണ്ടാണ് 1858 ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെബലിയൻ പറയണം. ആ റെബലിയന്റെ പേരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ ഷിപ്പായി ലഹള. ഓക്കെ. എന്ത് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? അതിനെ വിളിക്കാവുന്നതാണ്. 1857 വിപ്ലവം എന്ന് വിളിക്കാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താ, ഷിപ്പായി ലഹള എന്ന് വിളിക്കാം. എങ്ങനെ വേണമെങ്കിലും വിളിച്ചോളൂ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. പക്ഷെ 1857 വിപ്ലവം ബ്രിട്ടീഷുകാരുടെ എന്താണ് ആക്ച്വലി ഒരു അടിത്തറ അങ്ങോട്ട് ഇളക്കി. എന്താ, മൊത്തത്തിലൊരു സിറ്റുവേഷൻ ശരിയല്ല എന്ന രീതിയിൽ ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ 1853 കുറച്ച് ഡീസെൻട്രലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കുറച്ചെന്താ, താഴെയുള്ള പ്രവിശ്യകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞ പ്രധാനപ്പെട്ട 3 പ്രവിശ്യകൾ ഏതൊക്കെയാ? 1 മദ്രാസ്, 2 ബോംബെ, അടുത്ത ഏതാണ്? ബംഗാൾ. ഇവർക്കാണ് അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1857 വിപ്ലവം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ പരിപാടി ശരിയാവില്ല, നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? സെൻട്രലൈസ് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഭരിക്കണം. ഓക്കെ. അതിനു വേണ്ടിയിട്ട് ലോർഡ് പാമൽസ്റ്റൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഈ സിസ്റ്റം ആകെ ശരിയല്ല, എല്ലാം ഒരു ലക്ക് കെട്ട മട്ട. ഓക്കെ. ഈ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം? മാറ്റിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ലോർഡ് പാമൽസ്റ്റൺ പറഞ്ഞു. ലാസ്റ്റ് പാമൽസ്റ്റൺ എന്തായി? റെസിഗ്നേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വന്നു അടുത്ത പ്രൈം മിനിസ്റ്റർ പേരാണ് എഡ്വാർഡ് സ്റ്റാൻലി. എഡ്വാർഡ് സ്റ്റാൻലി പറഞ്ഞു, ഞാൻ ആക്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു, എന്താ, ഓൾറെഡി ഉണ്ടല്ലോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നോ, അത് പാമൽസ്റ്റൺ കൊണ്ടുവന്നല്ലേ, ഇത് ഞാൻ കൊണ്ടുവരുന്നതാണല്ലോ. അപ്പൊ എന്റെ പേര് ഇതിൽ വരണ്ടേ? എങ്കിൽ ഈ പേരിനെ ഞാൻ ഒന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഫോർ ഇന്ത്യ. അപ്പൊ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലായോ? കാരണം പാമൽസ്റ്റൺ രാജിവെച്ചു. ബാക്കി ആരാ ഉള്ളത്? എഡ്വാർഡ് സ്റ്റാൻലി. അപ്പൊ സ്റ്റാൻലി എന്ന് പറഞ്ഞ് നമുക്കിതിനെ എന്താക്കാം? നമുക്കിതിനാക്കാം ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഫോർ ഇന്ത്യ. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? അപ്പൊ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഫോർ ഇന്ത്യയിൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? കൺട്രോൾ എടുക്കാൻ പോവാണ്. കമ്പനി എന്ത് ചെയ്യാൻ പോവാണ്? റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സർ, പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക്? അയാളല്ലേ പറഞ്ഞു ഓൾറെഡി അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് 1853 ഉണ്ടാക്കി എന്നുള്ളത്? കറക്റ്റ്. അതില് എന്താ, പുതിയൊരാളെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞോ, ആരാണ് പുതിയ ആള്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ. അപ്പൊ ഇത്രയും കാലം ഇല്ലാത്ത ഒരു പുതിയ വ്യക്തി വരാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം രണ്ടാണല്ലോ. എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു ഇന്ത്യയിലെ സിറ്റുവേഷൻ? റിവോൾട്ട് നടന്നിട്ടുണ്ട് 1857. ഓക്കെ. എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 18ാം നൂറ്റാണ്ടിലൂടെ ഏകദേശം 1700 ഇവിടെ നേരിട്ട് എന്താ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥലങ്ങൾ ഭരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളല്ലേ പറഞ്ഞ 1600 വന്നുള്ളത്? 1600 വന്നത് ഞാൻ സമ്മതിച്ചു. പക്ഷെ പ്ലാസി യുദ്ധത്തിലൂടെ എന്ത് ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നേരിട്ട് ഭരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാസി യുദ്ധം ഉണ്ടാകുമ്പോൾ 1757 1757 എന്ന് വെച്ചാൽ
1757. എങ്കിൽ 18th സെഞ്ചുറി, ഇപ്പൊ 21st സെഞ്ചുറി അല്ലേ, 2026 എന്നല്ല പറയാ. അപ്പൊ 18th സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറയ്ക്കണം. അപ്പൊ 1700 വരിക. 1757 മിഡ് 18th സെഞ്ചുറി എന്ന് വെച്ചാൽ 1750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ആയില്ലേ. ഒരു സെഞ്ചുറി എന്ന് വെച്ചാൽ 100 അല്ലേ, 100ന് പകുതി 50 അല്ലേ. അതാണ് പറഞ്ഞത് എന്താ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഡ് 18th സെഞ്ചുറി മുതൽ, അതായത് 1757 മുതൽ എന്താണ് ആക്ച്വലി ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പോളിസിനെ ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്താ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഇന്ത്യക്കാരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നതാണോ? അതല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്താണ് ആക്ച്വലി, ബ്രിട്ടന് കാര്യമായിട്ട് പൈസ കിട്ടുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ എന്താ ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? അഴിമതിയും സ്വജനപക്ഷപാതമാണ്. എന്താണ് സ്വജനപക്ഷപാതം? എന്റെ അച്ഛൻ, കൊച്ചച്ഛന്റെ മകൻ എല്ലാവരും എന്ത് ചെയ്യും, ഭരിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ റിവോൾട്ട് ഓഫ് 1857 അവർ കാര്യം മനസ്സിലായ എന്താ, ഇങ്ങനെ കമ്പനിയെ വെച്ച് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഭരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. റിവോൾട്ട് ഓഫ് 1857 ജയിക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. എങ്കിൽ നമുക്ക് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് തന്നെ റൂൾ ചെയ്യണം. ഇന്ത്യയെ പോലൊരു കോളനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളയാൻ വേണ്ടി പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം കിട്ടുന്നുണ്ട്, സാധനത്തിന് പേരാണ് കോട്ടൺ. ഓക്കെ, ടെക്സ്റ്റൈൽ ആണ് ബ്രിട്ടനിൽ എന്തുണ്ടാക്കുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കുന്നത്. സാർ അങ്ങനെ പറഞ്ഞാൽ ബ്രിട്ടൻ വളരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലുള്ള ടെക്സ്റ്റൈലിന്റെ എന്താ റോ മെറ്റീരിയൽ ആണ്, കോട്ടൺ ആണ്. മുൻപ് ബ്രിട്ടന് ടെക്സ്റ്റൈൽ റോ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി, ബ്രിട്ടൻ അവിടുന്ന് ടെക്സ്റ്റൈൽ ഒന്നും കിട്ടുന്നില്ല. എങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താ കോട്ടൺ ഒന്നും കിട്ടുന്നില്ല. എങ്കിൽ അവർക്ക് ഒരേ ഒരു കോളനിയേ ഉള്ളൂ അവരുടെ കയ്യിൽ, എന്താ ഇന്ത്യ. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഏറ്റവും ബെസ്റ്റ് കോട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും മനസ്സിലായില്ലേ? എങ്കിൽ ഈ കോളനിക്ക് ഒരിക്കലും സ്വന്തം അനുവദിച്ചു കൊടുക്കാൻ ബ്രിട്ടന് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് കുറെ കൂടെ ഡയറക്റ്റ് ആയിട്ടും മോർ ഡയറക്റ്റ് ആയിട്ടും അതേപോലെ സെൻട്രലൈസ്ഡ് ഗവർണൻസ് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1853 ആക്ടിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി, നമ്മൾ കുറച്ച് അധികാരം താഴെയുള്ള പ്രവിശ്യക്ക് കൊടുക്കും. അത് ഇനി മുതൽ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ എന്തായിരിക്കും, സെൻട്രലൈസ് അതോറിറ്റി ആയിരിക്കും ചെയ്യുക എന്നാല് പറഞ്ഞു, 1858 ആക്ട് പറഞ്ഞു. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അതെ. എങ്കിൽ 1857 എന്താ പറയാ, റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലായി, ഈ കമ്പനിയും വെച്ച് നടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഭരിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ പ്രശ്നമുള്ള സംഭവമായിരിക്കും. അതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1850 എന്ത് ചെയ്തു, പാസ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തങ്കപ്പൻ ആണെങ്കിൽ പൊന്നപ്പൻ ആരാ, ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ ഇന്ത്യയുടെ ഗവർണൻസിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറെ നേരമായില്ല റീസ്ട്രക്ചർ ചെയ്യുന്ന പറയണേ. എന്താണ് ഈ റീസ്ട്രക്ചർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ഇനി ഈ റീസ്ട്രക്ചർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന്, 1857 വിപ്ലവം പോലൊരു വിപ്ലവം ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യം ഒക്കെ അല്ലേ? നന്നായിട്ട് എന്റെ കൂടെ വരണേ, മനസ്സിലാക്കണേ. എങ്കിൽ ചില ഫാക്ട്സ് നോക്കാം. ലോങ് ടൈറ്റിൽ, അതായത് ഈ ആക്ടിന്റെ യഥാർത്ഥ പേര് ആൻ ആക്ട് ഫോർ ബെറ്റർമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, എവിടെയൊക്കെ ഇത് ബാധകമാകും? ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ്, ടെറിട്ടറീസ് അണ്ടർ ഡയറക്ട് ബ്രിട്ടീഷ് കൺട്രോൾ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലം. അതിനെന്താ വിളിക്കുക? എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്നോട് പറഞ്ഞ എന്താ വിളിക്കുക? പ്രൊവിയൻസ് അല്ലെങ്കിൽ പ്രവിശ്യ. ആസ് വെൽ ആസ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് who had to accept the suzerainty of British crown. നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? 1858 ശേഷം ഞങ്ങൾ ബ്രിട്ടീഷ് ക്രൗണിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് എന്താ വിധേയമായി പണിയെടുക്കും, ബ്രിട്ടന് വിധേയമായി പണിയെടുക്കും എന്ന് പറയണം. അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ആക്ടിന്റെ പേരാണ് ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യമൊക്കെയാണോ? ഇത് കൊണ്ടുവന്ന ആളാണ് എന്ത്? പാർലമെന്റ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഇവിടെ എല്ലാം പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പാസ്സാക്കുന്നത്. അതിന് ബ്രിട്ടീഷ് രാജ്ഞി ഓക്കെ മോനെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള റോയൽ അസന്റ് കൊടുത്തിട്ടുള്ള ഡേറ്റ് ആണ് 2 ഓഗസ്റ്റ് 1858. ഓക്കെ, അത് നിലവിൽ വന്ന വർഷം മാസം ദിവസമാണ് 1 നവംബർ 1858. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, എങ്കിൽ 1853 മുതൽ
ഒരുപാട് ട്രേഡേഴ്സ് എന്താ ഇവിടെ വന്നിട്ടുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ വരുമാനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താ പറയാ, സോറി, ഒരുപാട് ട്രേഡേഴ്സ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് അങ്ങനെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും കംപ്ലൈന്റ് ഒന്നേ ഉള്ളൂ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നില്ല, ട്രേഡില് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല, പ്രശ്നമൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര ഇഷ്യൂ ആണെന്ന് ഒരുപാട് കംപ്ലൈന്റ്. എല്ലാവരും കംപ്ലൈന്റ് പറയുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പാൽമസ്റ്ററിന്റെ അടുത്താണ്. അപ്പൊ പാൽമസ്റ്റർ എന്ത് പറഞ്ഞ്, ഇതിന് പ്രധാന പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ കൂലങ്കഷമായി ഇരുന്ന് ആലോചിച്ച് ഇതിന്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചാൽ എന്താ പ്രശ്നം, ഡബിൾ ഗവൺമെന്റ് ആണ്. ഡബിൾ ഗവൺമെന്റാ എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. ഇതാരെ കൊണ്ടുവന്നത്, പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് കൊണ്ടുവന്നത്. ആ പരിപാടി നിർത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അവിടെ വ്യാപാരം ചെയ്യാൻ പറ്റുന്നില്ല, സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാര്യമൊക്കെയാണോ? ഓക്കെ. എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാ, എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ? വ്യവസ്ഥ നമ്പർ 1 നിങ്ങൾ കേട്ട് തഴമ്പിച്ചു. എന്താണ് വ്യവസ്ഥ നമ്പർ 1? കമ്പനിയുടെ പവർ, കമ്പനിയുടെ ടെറിട്ടറി, കമ്പനിയുടെ റവന്യൂ, ഇത് മുഴുവൻ ആർക്ക് കൊടുക്കുക, ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിലാക്കുക. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ്, കമ്പനിയുടെ റൂൾ എന്ത് ചെയ്യുക, ഇന്ത്യയിൽ അവസാനിപ്പിക്കുക. എങ്കിൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഡയറക്ട് കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യിലായിരിക്കും. ബ്രിട്ടീഷ് ക്രൗണിനെ അല്ലെങ്കിൽ എന്താ ബ്രിട്ടീഷ് രാജ്ഞിയെ ആണ് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക ആര്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇനി മുതൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയായിരിക്കും എന്ന് ആര് പറഞ്ഞു, 1858 ആക്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗവർണർ ജനറൽ എന്നുള്ള പേര് മാറ്റി എന്താക്കി, വൈസ്രോയ് എന്നാക്കി. ഓ ശരി. അപ്പൊ ഇനി വൈസ്രോയ് ആര് റെപ്രസെന്റ് ചെയ്യും, എന്താ പറയാ, ഗവർണർ ജനറൽ, സോറി, ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ പുതിയൊരു പൊസിഷൻ ഉണ്ടാക്കി. ആ പൊസിഷന്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, ഒരു പുതിയ പൊസിഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു. ഓക്കെ. അതല്ലേ കുറെ നേരം പറഞ്ഞത്, ഇയാളാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഹീറോ. കാരണം ഗവർണർ ജനറലിന്റെ പേര് മാത്രം മാറ്റിയാൽ മതി, എന്താക്കിയാൽ മതി, വൈസ്രോ ആക്കിയാൽ മതി. പക്ഷെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പുതിയ പോസ്റ്റ് ആണ്, ഇയാളെ എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം, ആരാണ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേരാണോ സാർ പറയാൻ പോകുന്നത്? ഞാൻ പറയാൻ പോകുന്നത് പേരല്ല. പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മന്ത്രി ആയിരിക്കും. അപ്പൊ എന്താ ബ്രിട്ടീഷ് ക്യാബിനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് മന്ത്രിമാരായിരിക്കും. ബ്രിട്ടീഷ് മന്ത്രിമാർ എങ്ങനെയുള്ളവരായിരിക്കും, തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് MP ആയിരിക്കും എന്നുള്ളത് എന്താ കാര്യം. ബ്രിട്ടീഷ് MP ഈസ് റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് പാർലമെന്റ്. ഓക്കെ. ബ്രിട്ടീഷ് പാർലമെന്റ് ഹെഡ് ആരാ, ക്യൂൻ, വിക്ടോറിയ, അല്ലെങ്കിൽ എന്ത്, ബ്രിട്ടീഷ് ക്രൗൺ. അപ്പൊ ബ്രിട്ടീഷ് ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഭരിക്കാൻ പോകുന്ന ആളുടെ പേരെന്താ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ എന്റെ ചോദ്യം, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെ ഇരിക്കുക, ബ്രിട്ടനില്. ഇവിടെ ഇരിക്കുന്ന ആളുടെ പേരെന്താ, വൈസ്രോയ്. അപ്പൊ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി രണ്ടാളുണ്ടാ ഉണ്ട്. 1858 മുതൽ രണ്ടാളുണ്ട് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട്. ഒരാളുടെ പേര് വൈസ്രോയ്, ഒരാളുടെ പേര് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഒന്നുകൂടി എന്റെ കൂടെ പറയണം, എവിടെയായിരിക്കുന്ന വെച്ചാൽ പറയണം. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെ നിന്നിട്ടാ ഭരിക്കുക, ലണ്ടനില്, അതായത് ബ്രിട്ടനില്. വൈസ്രോയ് എവിടെ നിന്നിട്ടാ ഭരിക്കുക, ഇന്ത്യയില്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എന്റെ ഫേവറേറ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്താലും ഇതേ കാര്യം തന്നെ ഞാൻ പറയാ, ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്താലും ഇതേ കാര്യം തന്നെ പറയാ. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം എന്താ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് പോയാൽ എനിക്ക് എന്താ സിസ്റ്റം എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്താ, എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു അറിയില്ലേ. എങ്കിൽ രണ്ടിടത്ത് വരുന്നത് സാറ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി കൺട്രോൾ ഉള്ള സാർ ആരാ, നമ്മുടെ വൈസ്രോയ് അല്ലേ. കാരണം വൈസ്രോയ് ഇന്ത്യയിലല്ല ഭരിക്കുന്നത്. മറ്റാൾ അവിടുന്ന് ലണ്ടനിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അവിടെ ഇരുന്നത് വൈസ്രോയ് കംപ്ലി പോപ്പേ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നമായില്ലേ. സിറ്റുവേഷൻ മനസ്സിലായോ? രണ്ടുപേരും സെയിം തന്നെ. പക്ഷെ കുറച്ചുകൂടി പവർ ആർക്കായിരിക്കും ഉണ്ടാവുക, വൈസ്രോയ്ക്കായിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യം ഒക്കെ അല്ലേ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഇന്ത്യയുടെ ഭരണ സംവിധാനം. മോർലി മിന്റോ പരിഷ്കാരം. അപ്പൊ ഒരാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, ഒരാൾ എന്താ, ഗവർണർ വൈസ്രോയ് ആണ്. ഓക്കെ. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം, ഒരാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, ഒരാൾ എന്താ, വൈസ്രോയ് ആണ്. രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള പദവി ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ എന്തായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും. ഇത്രയും കാര്യം ഒക്കെ അല്ലേ. ഇനി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് ഇന്ത്യ പോലുള്ള ഇത്രയും വലിയ സംവിധാനത്തെ ഭരിക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ ദാ പിടിച്ചോ, 15 മെമ്പർ കൗൺസിൽ.
സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മെമ്പർ കൗൺസിൽ അവിടെ ഉണ്ടാവും. ഓക്കെ, ഈ 15 മെമ്പർ കൗൺസിൽ പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കേൾക്കണം എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്താണ് പറയുന്നത് അതാണ് ഫൈനൽ. ഈ 15 മെമ്പർ കൗൺസിലിന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അഡ്വൈസ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരിക, എന്തെങ്കിലും റെഫർ ചെയ്യാണ്ടെങ്കിൽ നോക്കി തരിക. അത് മാത്രമായിട്ട് പണിയുള്ളൂ, ഈ 15 മെമ്പർ കൗൺസിലിന്റെ പണിയുള്ളൂ. ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റും എവിടത്തെ ബ്രിട്ടനിലെ ബ്രിട്ടീഷ് ഗവൺമെന്റും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റും രണ്ട് ഗവൺമെന്റ് ബ്രിട്ടനിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓക്കെ അല്ലേ? ബ്രിട്ടനിലുള്ള പാർലമെന്റ്. ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ പറഞ്ഞോ, ഒരു വൈസ്രോയ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇത് 3 പേരില്ലേ ഇവിടെ? ഓക്കെ, 1853 ആക്ട് പ്രകാരം 3 പേര് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതിനെ വിളിക്കുന്നവരാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ്. ബ്രിട്ടനിലെ ഗവൺമെന്റിനെ വിളിക്കുന്നവരാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഹെഡ് ആരായിരിക്കും? നമ്മുടെ പാർലമെന്റ് പ്രൈം മിനിസ്റ്റർ. അതിന് മുകളിൽ ആരുണ്ട്? ക്രൗൺ ഉണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഹെഡ് ആയിരിക്കും വൈസ്രോയ്. അതിന് മുകളിൽ ആരുണ്ട്? ക്രൗൺ ഉണ്ട്. സിസ്റ്റം മനസ്സിലായ? ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കണം. ഇവർ രണ്ടുകൂടി സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മോനെ എന്തിലാണ് നടക്കുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കണം. കാരണം ബ്രിട്ടന്റെ കീഴിൽ ഇന്ത്യ മാത്രമല്ല ഉള്ളത്. ബ്രിട്ടന്റെ കീഴിൽ എന്താ? ജപ്പാൻ ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, സൗത്ത് അമേരിക്കയിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, കാനഡ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളില്ലേ. ഇവിടെയൊക്കെ എന്താ നടക്കുന്നത് ചോദിക്കണ്ടേ? അപ്പൊ എല്ലാ സമയവും ഇന്ത്യ 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 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ചോദിച്ചു നോക്കാം. അപ്പൊ വൈസ്രോയ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 10 പപ്പടം വേണം. സാർ ഇങ്ങനത്തെ എക്സാം ഒന്നും പറയല്ലേ? ഓക്കെ ശരി, ഓക്കെ, ഞങ്ങൾക്ക് 10 എന്ത് വേണം? വെടിക്കോപ്പ് വേണം. എവിടെ പറഞ്ഞ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അടുത്ത് പറഞ്ഞു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെ പറയും? ബ്രിട്ടീഷ് പാർലമെന്റ് പറയും ഇന്ത്യക്കാര് ഒരു 10 വെടിക്കോപ്പ് ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞു എന്തിനാണ്? അപ്പൊ ഉടൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മോനെ എന്തിനാണ്? ഓക്കെ, ഇവിടെ ഭഗത് സിംഗ് വിപ്ലവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അവിടെ ഇവിടെ ഭഗത് സിംഗ് വിപ്ലവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അടുത്ത്. ഓക്കെ ശരി, ബ്രിട്ടീഷ് പാർലമെന്റ് ഓക്കെ പിടിച്ചോ 20 എണ്ണം. അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വൈസ്രോയോട് ഓക്കെ പിടിച്ചോ 20 എണ്ണം. മനസ്സിലായ? ഓക്കെ, രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ, ആരുമായിട്ട് നടത്തേണ്ടത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമാണ് നടത്തേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ എന്തെങ്കിലും സീക്രട്ട് സ്വകാര്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സ്വകാര്യ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വിപ്ലവം നടക്കാൻ പോവുക. 1857 വിപ്ലവം പോലെ എന്തോ ഒരു വിപ്ലവം നടക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. എങ്കിൽ ലോകത്തുള്ള എല്ലാവരും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആരും മാത്രം സംസാരിക്കുകയുള്ളൂ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും വൈസ്രോയും മാത്രം സംസാരിക്കുകയുള്ളൂ. ഇപ്പൊ മനസ്സിലായ എങ്ങനെയാണ് 1857 വിപ്ലവം പോലെ വിപ്ലവം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്? അല്ലാതെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും എന്ത് കൊടുത്തിട്ടല്ല, സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിട്ടല്ല. മനസ്സിലായോ? 1857 വിപ്ലവം നടത്താൻ പോകുന്ന, ഇനി ഇതുപോലെ വിപ്ലവം ഇല്ലാതാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ കൗൺസിലിനോട് കൂടി പറയാതെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് വൈസ്രോയിന്റെ അടുത്തും അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്താ? വൈസ്രോയ് ആയിട്ടുണ്ട്, ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിങ്ങൾ ഇന്ത്യയും ബ്രിട്ടനും എടുക്കുകയാണെങ്കിൽ എത്ര ഗവൺമെന്റ് ഉണ്ട്? 2. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റിലുള്ള ഇന്ത്യയുടെ ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ് വിളിക്കുന്ന പേരെന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യൻ ഗവൺമെന്റിലുള്ള ക്രൗണിന്റെ റെപ്രസെന്റേറ്റീവ് വിളിക്കുന്ന പേരെന്താ? വൈസ്രോയ്. അപ്പൊ ഇന്ത്യ എത്ര പേര് ഭരിക്കുന്നുണ്ട്? 2 പേര്. ആരൊക്കെയാണ്? വൈസ്രോയ് ആൻഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇത് എപ്പോ മുതലാ? 1858 ആക്ട് മുതൽ. ഡൺ? ഓക്കെ, ഫൈൻ അല്ലേ? അപ്പൊ ആരാണ് സാർ പുതിയ വൈസ്രോയ്? ലോർഡ് കാനിങ്. ലോർഡ് കാനിങ് ആണ് പുതിയ വൈസ്രോയ് ആയിട്ടുള്ളത്. ഓ ശരി, ഓക്കെ. അപ്പൊ 1857 ആക്ട് പ്രകാരം ഇനി ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാവില്ല, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഗവൺമെന്റ്. എപ്പോഴാണ് ഈ പരിപാടി വന്നത്? 1784. ആരാണ് ഈ പരിപാടി കൊണ്ടുവന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് ഈ പരിപാടി കൊണ്ടുവന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അത് ഇനി മുതൽ ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നോട്ടിൽ എഴുതി വെച്ചോ. ഓക്കെ, ഈ ബോർഡ് ഓഫ് കൺട്രോളിന്റെ പണി ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് വൈസ്രോയ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പണി ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, മനസ്സിലായ? ഇല്ല, കിട്ടിയില്ല. ഞാൻ പറയാ, ഈ ബോർഡ് ഓഫ് കൺട്രോൾ ഇല്ലേ, അതിന്റെ പണി ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് വൈസ്രോയ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ലേ, അതിന്റെ പണി ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്.
ഇത്രയും നേരം ഒക്കെ ആണല്ലോ. നേരത്തെ 2 ഭരണം ഉണ്ടായിരുന്നല്ലോ, അതിന് 2 പേരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിൽ പറഞ്ഞോ, ബോർഡ് ഓഫ് കൺട്രോൾ ഈക്വൽ ടു വൈസ്രോയ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഈക്വൽ ടു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ആക്ച്വലി ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അതിലെന്ത് ചെയ്യും? എല്ലാവരെയും വിളിച്ചിട്ട് എക്സാമിനേഷൻ എഴുതിപ്പിക്കും. അവർക്ക് എന്ത് കൊടുക്കുന്നതായിരിക്കും? കൂടുതൽ കൂടുതൽ പദവികളും കൂടുതൽ കൂടുതൽ അധികാരങ്ങളും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858 അതിന്റെ പവർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. എന്താണ് സാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വൈസ്രോയ്ക്ക് 2 കൗൺസിൽ ഉണ്ട്. കൗൺസിൽ നമ്പർ 1 എന്താ? എക്സിക്യൂട്ടീവ്. കൗൺസിൽ നമ്പർ 2 എന്താ? ലെജിസ്ലേറ്റീവ്. കഴിഞ്ഞ ആക്ട് പ്രകാരം 1853 ആക്ട് പ്രകാരം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ, ആ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 12. ഓക്കെ, ആ 12 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം പ്രൊവിൻഷ്യൽ ലെവലിലും, പ്രൊവിൻഷ്യൽ ലെവൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ആക്ച്വലി പ്രവിശ്യ ലെവലിലും എന്തുണ്ടാക്കുന്നുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓ, ഫൈൻ ഫൈൻ ഫൈൻ. എന്ന് വെച്ചാൽ പ്രവിശ്യ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട 3 പ്രവിശ്യ ഒന്നുകൂടി എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ അവിടെ കൂടെ പറയാ. എന്താണ് ഈ പ്രധാനപ്പെട്ട 3 പ്രവിശ്യ? 1 ബംഗാൾ, 2 എന്താ? ബോംബെ, 3 എന്താ? മദ്രാസ്. ഓക്കെ, ഈ 3 പ്രവിശ്യകൾ എന്തുണ്ടാവും? പ്രൊവിൻഷ്യൽ കൗൺസിൽസ് ഉണ്ടാവും, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ടാവും. അതിന് മുകളിൽ എന്തുണ്ടാവും? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതിന് മുകളിൽ എന്തുണ്ടാവും? എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതിന് മുകളിൽ ആരുണ്ടാവും? വൈസ്രോയ്. അതിന് മുകളിൽ ആരുണ്ടാവും? ബ്രിട്ടീഷ് പാർലമെന്റ്. അതിന് മുകളിൽ ആരുണ്ടാവും? അമ്മേ, ആരാ? രാജ്ഞി, ക്യൂൻ വിക്ടോറിയ. വിളിക്കും ക്രൗൺ, അല്ലെങ്കിൽ എന്താ പറയാ? രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. ഡൺ ആയ? ഓക്കെ, ഓക്കെ ആയ? മനസ്സിലാവുന്നുണ്ടോ? ഡൺ അല്ലേ? ഈ കൗൺസിലില് ദീസ് കൗൺസിൽ, സാറിന്റെ ഘോര പ്രസംഗത്തിൽ പ്രസംഗം നടത്തിയതിനു ശേഷം ഏതാണ് ദീസ് കൗൺസിൽ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദാ കിടക്കുന്നു ദീസ് കൗൺസിൽ. അതായത് എന്താ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രൊവിൻഷ്യൽ ലെവലിലേക്ക് മാറ്റില്ലേ? ഈ കൗൺസിലില് ഒഫീഷ്യൽ അംഗങ്ങൾ ഉണ്ടാവും, നോൺ ഒഫീഷ്യൽ അംഗങ്ങളും ഉണ്ടാവും. ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയുള്ള ഈ ആക്ട് കൊണ്ടുവന്നത് 1857 വിപ്ലവം വേറെ വിപ്ലവം ഉണ്ടാവാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ ഇന്ത്യൻ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യം ഒക്കെ അല്ലേ? പേരിന് 1 2 എന്തുണ്ടാവും? ഇന്ത്യക്കാരുണ്ടാവും. അങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആരാണ് ഇന്ത്യക്കാര്? എന്റെ മക്കൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ ഉള്ളൂ. എങ്കിൽ ഈ കൗൺസിൽസ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതിന്റെ പേരെന്താ? കൗൺസിൽ ആക്ട് 1861. കൗൺസിൽ ആക്ട്. അടുത്ത ആക്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഈ കൗൺസിലിൽ ഇന്ത്യക്കാര് വരുമോ, എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ഈ കൗൺസിൽ പ്രവർത്തിക്കുക എന്നൊക്കെ എന്ത് ചെയ്യും? അടുത്ത ആക്ടിൽ പഠിക്കുന്നതായിരിക്കും. മനസ്സിലായ? അതൊരു സ്റ്റോറിയാണ്, കണ്ടിന്യൂഷൻ സ്റ്റോറിയാണ്. സ്റ്റോറി പോലെ പഠിക്കുക. ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി എന്താ? ഒരു സ്റ്റോറിയാണ്. ഓക്കെ, മെജോറിറ്റി ആരായിരിക്കും? ബ്രിട്ടീഷ് ഓഫീസറിലായിരിക്കും. എന്തെങ്കിലും പരിപാടിക്ക് യുദ്ധം ചെയ്യണം. എന്തിനാ സാർ യുദ്ധം ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ബ്രിട്ടന് വിവിധ രാജ്യങ്ങൾ യുദ്ധം ചെയ്യണ്ടേ? അങ്ങനെ യുദ്ധം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും? കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാവും. ഈ കമാൻഡർ ഇൻ ചീഫ് ഗവർണർ ജനറൽ. സാർ അവിടെ ഗവർണർ ജനറൽ എന്ന് വെച്ച് ഗവർണർ ജനറൽ ആയാലും വൈസ്രോയ് ആയാലും ഒരു പ്രശ്നമില്ല, പൊന്നപ്പനും തങ്കപ്പനും തന്നെ. ഓക്കെ, വൈസ്രോയ് കീഴിലായിരിക്കും ഉണ്ടാവുക കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാവുക. അപ്പൊ എന്റെ കൂടെ ഇന്ത്യയുടെ ഭരണസ്ഥലം ഒന്ന് പറയാമോ? മോളില് ക്രൗൺ, നമുക്ക് വിക്ടോറിയ രാജ്ഞി എടുക്കാം. തൊട്ട് താഴെ ബ്രിട്ടീഷ് പാർലമെന്റ്, അവിടെ ആരുണ്ട്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ തൊട്ട് താഴെ ആരാ? വൈസ്രോയ്. പിന്നാരാ? കമാൻഡർ ഇൻ ചീഫ്. പിന്നാരാ? സെൻട്രൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ. പിന്നാരാ? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. താഴാരാ? പ്രൊവിൻഷ്യൽ എന്താ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇപ്പൊ സിസ്റ്റം മനസ്സിലായ? എത്ര പ്രൊവിൻസ്? 3 എണ്ണം. ഏതൊക്കെയാണ്? ബംഗാൾ, ബോംബെ ആൻഡ് മദ്രാസ്. ഡൺ? ഓക്കെ, ഡൺ. അങ്ങനെയെങ്കിൽ പ്രവിശ്യയുടെ കുറിച്ചുള്ള എല്ലാ പരിപാടിയും എന്താ? ഒരു ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് വേണ്ട എന്താ? നാട്ടുരാജ്യം. ഏകദേശം 560ഓളം നാട്ടുരാജ്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ 560ഓളം നാട്ടുരാജ്യങ്ങൾ എന്ത് പറഞ്ഞു? സ്വാതന്ത്ര്യം വേണം, ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാൻസർ ആണ് നാട്ടുരാജ്യത്തിന്റെ ആളല്ലേ? താന്തിയ തോപ്പി എന്താ പറയാ, നാനാ സാഹിബ് നാട്ടുരാജ്യത്തിന്റെ ആളല്ലേ? ഇതൊക്കെ ആരാ സാറേ? 1857 വിപ്ലവത്തിൽ പ്രധാനപ്പെട്ട നേതാക്കള്. അപ്പൊ ഇവരൊക്കെ പ്രധാനപ്പെട്ട അതിന്റെ ഭാഗത്തുള്ള ആളുകളല്ലേ? അപ്പൊ അവര് എന്ത് ചെയ്യും? അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? രാജ്ഞിയുടെ മൊത്തം അധികാരം എന്ത് ചെയ്യുക? അംഗീകരിക്കുക. പിന്നെ പറഞ്ഞ ഉടനെ അംഗീകരിക്കാൻ പോവല്ലേ? അപ്പൊ രാജ്ഞി പറഞ്ഞു, അംഗീകരിപ്പിക്കാൻ ഞങ്ങളുടെ അടുത്ത് വഴിയുണ്ട്. എന്താണ് സാറേ വഴി? അത് പഠിക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി രാജ്ഞി പറഞ്ഞു. ഞാനല്ല പറഞ്ഞു, രാജ്ഞിയാണ് പറഞ്ഞത്. കേട്ടോ? ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും ഇല്ലാതാക്കിയില്ലേ? ഇല്ലാതാക്കി. ഓക്കെ, അതേപോലെ
കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവർ എടുത്ത് ആരുടെ അടുത്ത് കൊടുത്തു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ അടുത്ത് കൊടുത്തു. ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ? ഓക്കെ, ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാ? ലോർഡ് സ്റ്റാൻലി. ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ? ബ്രിട്ടീഷ് പാർലമെന്ററി MP ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലൂടെയാണ് എന്ത് ചെയ്യുക? ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം ബ്രിട്ടീഷ് പാർലമെന്റ് അറിയാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, എങ്കിൽ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, വൈസ്രോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ്, അതായത് എന്താ, പേരിൽ വ്യത്യാസം, അതായത് ഒരേ പേര് വെച്ചിട്ട് ഇഷ്യൂ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? പേര് മാറ്റിയതാണ്. ഓക്കെ, എങ്കിൽ വൈസ്രോയ് ആയാലും ഗവർണേഴ്സ് ആയാലും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്രൗണിന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതായത് രാജ്ഞിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വൈസ്രോയുടെ കീഴിൽ 2 കൗൺസിൽ ഉണ്ട്, എക്സിക്യൂട്ടീവ് എന്താ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എങ്കിൽ ഇന്ത്യ ഡയറക്റ്റ് ബ്രിട്ടീഷ് കോളനിയായി മാറി. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? കമ്പനിയുടെ ഭരണമായിരുന്നു. അപ്പൊ കമ്പനി ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനി രാജ് കഴിഞ്ഞു, പകരം എന്ത് വന്നു? ബ്രിട്ടീഷ് രാജ് വന്നു. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ എങ്ങനെയാ സാറേ നാട്ടുരാജ്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് ചോദിച്ചിട്ടുണ്ടായാലും നിങ്ങൾ ദാ പിടിച്ചോ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. അപ്പൊ 1858 ആക്ടിന്റെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നാണ് എന്ത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. എന്താണ് സാറേ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദത്താവകാശ നിരോധന നിയമം. എന്താണ് ഈ ദത്താവകാശ നിരോധന നിയമം വെച്ച് കഴിഞ്ഞാൽ? രാജാവിന് സ്വന്തമായ ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആൺകുട്ടിയെ ദത്തെടുക്കാവുന്നതാണ്. ആ പരിപാടി എന്ത് ചെയ്തു? നമ്മുടെ ഡോൾ ഡെലേഴ്സ് എന്ത് പറഞ്ഞു? നടക്കൂല മോനെ, നടക്കൂല. നിങ്ങൾക്ക് ആൺകുട്ടി ഇല്ലേ? എന്ത് ചെയ്യുക? രാജ്യം ഞങ്ങളുടെ കയ്യിൽ വരും. എന്താ സാർ, പെൺകുട്ടിക്ക് എന്താ കുറവുണ്ടോ? മക്കളെ, അപ്പ ഇക്വാളിറ്റി ഒന്നും വന്നിട്ടില്ലല്ലോ. ആൺകുട്ടിയാണ് തന്നെ എന്ത് ചെയ്യുക? രാജാവ് ആവേണ്ടത്. അതുകൊണ്ട് തൽക്കാലത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉണ്ടായിരുന്നു. ഇതാണ് 1857 പ്രധാന വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന്. ആ സംഭവം എന്ത് ചെയ്തു? മാറ്റി. അപ്പൊ നാട്ടുരാജാക്കന്മാർ എന്ന് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ എന്ത് ചെയ്യാം? തരാം. പിന്നെ ഇത് വന്നാൽ മാത്രം വരുമെന്ന് നിങ്ങൾ ചോദിച്ചു. ഇല്ല, ഇത് മാത്രമല്ല, തരാ എല്ലാം തരാ. അതിന് ക്യൂൻ എന്ത് പറഞ്ഞ്? 2 സ്ലൈഡ് കൂടി പഠിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയും, നന്നായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞു. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്യൂൻ പറഞ്ഞ പോലെ 2 സ്ലൈഡ് കൂടി പഠിക്കണം. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ടാക്കി. എന്താ? ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവിന് വേണ്ടിയിട്ട്, അതായത് എന്താ, നേരിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഫൈൻ. ഇന്ത്യൻസിന് എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതിൽ ചേർക്കുന്നതായിരിക്കും. ചേർത്തോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ഇന്ത്യൻസിന് എന്തുകൊണ്ടാണ് അതിൽ ചേർക്കുന്നുള്ളത് കുറെ നമ്മൾ പ്രസംഗിച്ചതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്യാം. ഇത്രയും വലിയ രാജ്യത്തെ 1 ലക്ഷം വരുന്ന ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാൻ വേണ്ടി പറ്റില്ല. അവർ 1 ലക്ഷം ഇവിടെ എന്താ 20 കോടി 30 കോടി ആളുകൾ. ഇത്രയും പേരെ വെച്ച് നമുക്ക് ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യൻസിന് സപ്പോർട്ട് വേണം. അതിനാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻസിനെ ഈ ICS പോലുള്ള പരിപാടികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? അതെ. ആ 1857 കലാപത്തിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാവരും എന്ത് ചെയ്യും? വെറുതെ വിടും. എല്ലാരും വെറുതെ വിടുവോ? അങ്ങനെ എല്ലാരും വെറുതെ വിടില്ല. ബ്രിട്ടീഷുകാരെ നിങ്ങൾ കൊന്നിട്ടുണ്ടാ? ഓക്കെ, ബ്രിട്ടീഷുകാരെ നിങ്ങൾ തട്ടിയാ എങ്കിൽ നിങ്ങളെ ഞങ്ങൾ തട്ടും എന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലും. ഓക്കെ, ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തിട്ടില്ലേ? നോ പ്രോബ്ലം. എന്ത് ചെയ്തോ? നിങ്ങൾ വീട്ടിൽ വെക്കോ എന്ന് അവിടെ പറഞ്ഞ് 1858 ആക്ടിൽ പറഞ്ഞു. അപ്പൊ കലാപകാരികളിൽ വലിയൊരു വിവാദം സന്തോഷമായി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഫൈൻ. അടുത്ത പരിപാടി. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ബ്രിട്ടീഷ് MP ആണ്. പുള്ളി എവിടെയുള്ള ആളായിരിക്കും? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനറ്റുള്ള വ്യക്തിയായിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ. സോ ഈ പുള്ളിയാണ് എന്തുണ്ടാവുക? ബ്രിട്ടീഷ് ഭരണത്തിന്റെ, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഫുൾ ടു ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഉണ്ടാവുക. ഇതെല്ലാം നമ്മൾ പഠിച്ചല്ലേ? ഡൺ അല്ലേ? ഓക്കെ, ഫൈൻ ആണല്ലോ? എങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ. ഇവിടെ ഞാനുള്ള കാര്യം കാണുന്നില്ല. സംഭവം എന്താ? 1858. അപ്പൊ നിങ്ങളൊരു രാജ്ഞി ക്യൂൻ വിക്ടോറിയ പറഞ്ഞില്ല എന്താ? 2 സ്ലൈഡ് വെയിറ്റ് ചെയ്യ്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യ്, എന്നിട്ട് ഞാൻ വരാം. അപ്പൊ ഞാൻ പറയാ എന്താ, എങ്ങനെയാണ് നാട്ടുരാജ്യങ്ങളെ ഞാൻ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ക്യൂൻ വിക്ടോറിയ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ ക്യൂൻ വിക്ടോറിയ പറഞ്ഞു, എന്ത് പറഞ്ഞു? ആക്ച്വലി നവംബർ 1, 1858 ഇനി മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഹെഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് മൊണാർക്ക് ആയിട്ടുള്ള ക്യൂൻ വിക്ടോറിയ ആയിട്ടുള്ള ഞാനായിരിക്കും എന്ത് ചെയ്യുക? ഇന്ത്യയുടെ അധികാരിയായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത് കേൾക്കണവർ മുഴുവൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1/2 മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ മതിയായി. വേറെ എന്തെങ്കിലുമൊക്കെ പറ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രിൻസസിന്റെ, നാട്ടുരാജ്യത്തിലുള്ള രാജാക്കന്മാരുടെ അവകാശങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും? എന്താ പറയാ? സംരക്ഷിക്കുന്നതായിരിക്കും. ശരി,
ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല, റിലീജിയസ് മാറ്റേഴ്സിൽ ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ജനങ്ങളൊക്കെ എന്താ പൂരക്കയ്യടി. സാർ ഇതെന്ത് ഇത്ര സംവിധാനം ഉള്ളത്? ഒരു 2 മിനിറ്റ് എന്റെ കൂടെ കൂലങ്കഷമായി നിങ്ങൾ എന്ത് ചെയ്യണം, കേൾക്കണം കേട്ടാ. 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്താണ് ആക്ച്വലി ബ്രിട്ടീഷ് ശിപ്പായികൾക്ക് ഇന്ത്യൻ ശിപ്പായികൾക്ക് ബ്രിട്ടീഷുകാരെ പോലെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാരണം ഒന്നാണ് കേട്ടോ. എന്റെ ചോദ്യം നിങ്ങളോട്, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ ആൻസർ പറയുക. 1857 വിപ്ലവം കഴിഞ്ഞതിന് ശേഷം വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായത് ഈ ശിപ്പായികൾക്ക് എന്താ സെയിം ഇത് കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവര് എന്താണ് ആക്ച്വലി ഈ ബ്രിട്ടീഷ് ശിപ്പായികൾക്ക് ഇന്ത്യൻ ശിപ്പായികൾക്ക് ബ്രിട്ടീഷുകാരെ പോലെ ഈക്വലെ കൊടുത്താ? ഇല്ല. ഇല്ലല്ലോ. കർഷകർക്ക് ടാക്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ, കരകൗശല വിദഗ്ധർക്ക് ടാക്സ് കൂട്ടിയിട്ടായിരുന്നു. കർഷകരുടെയും കരകൗശല വിദഗ്ധരുടെയും ജീവിതം എന്തായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് പറ, 1857 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, പോരടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആളുകൾ കർഷകരും എന്താ കരകൗശല വിദഗ്ധരായിരുന്നു. അവത്തില് കർഷകരും കരകൗശല വിദഗ്ധരാണ് എന്ത് പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വിഭാഗമായിട്ടുള്ളത്. അപ്പൊ എന്റെ ചോദ്യം, 1858 ശേഷം കർഷകരുടെയും കരകൗശല വിദഗ്ധരുടെയും നികുതി എല്ലാം ഒഴിവാക്കിയ? ഇല്ലല്ലോ. അവരുടെ കഷ്ടപ്പാടം കഴിഞ്ഞ? ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഗാന്ധി വന്ന് സ്വാതന്ത്ര്യം നടന്ന കാര്യം എന്താ? ഡൺ. ഇനി അടുത്തത് വേറൊരു റീസൺ എന്താ? 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ ആക്ച്വലി? എന്താണ്, നാട്ടുരാജ്യങ്ങളുടെ എന്താണ് അധികാരങ്ങൾ ഇല്ലാതാക്കി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പൊ നമ്മുടെ എന്താ പറയാ രാജ്ഞി പറഞ്ഞു, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ത് ചെയ്യും, ഞങ്ങൾ അബോളിഷ് ചെയ്യുന്നതായിരിക്കും. നാട്ടുരാജാക്കന്മാർ ഹാപ്പി. ഇനി നാട്ടുരാജാക്കന്മാരിലെ ജനങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങളെയും ഹാപ്പി ആക്കണമെങ്കിൽ 1857 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമുണ്ട്. അതാണ് എന്ത്? റിലീജിയസ് മാറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? റിലീജിയൻ എന്ന് വെച്ചാൽ മതപരമായ കാരണങ്ങൾ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എവിടെയാണോ ഇരിക്കുന്നത്, പെട്ടെന്നുള്ള കാരണം എന്താ? 1857 വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താ? പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു എൻഫീൽഡ് റൈഫിൾ ഉണ്ടായിരുന്നു. ആ എൻഫീൽഡ് റൈഫിളില് പന്നിയുടെയും പശുവിന്റെയും എന്താ കൊഴുപ്പ് പുരട്ടി എന്നൊരു വദന്തി ഉണ്ടായി. ഇതല്ലേ കാര്യം? പന്നി എന്ന് പറയുന്നത്, പിഗ് എന്ന് പറയുന്നത് ഇസ്ലാമിന് ഹറാമാണെങ്കിൽ പശു എന്ന് പറയുന്നത് എന്താ ഹിന്ദുക്കൾക്ക് ഹറാമാണ്. കറക്റ്റ് അല്ലേ? എങ്കിൽ ഇതൊരു റിലീജിയസ് മാറ്റർ അല്ലേ മക്കളെ? ഇത് പ്രധാനമായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം റിലീജിയസ് മാറ്റർ അല്ലേ? നമ്മൾ തന്നെ പഠിച്ചതല്ലേ ഇത്രയും കാലം? അതെന്താ 1600 തൊട്ട് 1813 വരെ നമ്മളൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മളല്ല ബ്രിട്ടീഷുകാര് ഇന്റർഫിയറൻസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? എപ്പോഴാണോ അവര് റിലീജിയസ് കാര്യങ്ങളിൽ ഇന്റർഫിയറൻസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയെ മാറ്റാൻ തുടങ്ങിയത്, അപ്പ ജനങ്ങൾ എന്ത് ചെയ്ത് വിപ്ലവം ഉണ്ടാക്കി. എങ്കിൽ ഞങ്ങളോട് കാര്യം ചോദിക്കട്ടെ, 1858 ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എന്താ എക്കണോമിക്കലായി ചൂഷണം ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ച് വിപ്ലവം ഉണ്ടാക്കോ? ഇല്ല. ഇന്ത്യ എന്ത് ചെയ്യും? പൊളിറ്റിക്കലി ചൂഷണം ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ച് വിപ്ലവം ഉണ്ടാക്കോ? ഇല്ല. പക്ഷെ ബ്രിട്ടീഷുകാർ പറയും, ഞങ്ങൾക്ക് ഇവിടുന്ന് പൈസ മതി, ഞങ്ങൾക്ക് എന്ത് വേണ്ട, നിങ്ങളുടെ റിലീജനും വേണ്ട, ഒന്നും വേണ്ട. എങ്കിൽ നമ്മൾ അന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. എന്താണ് ചോദ്യം? ബ്രിട്ടീഷുകാർ പോയ എല്ലാ സ്ഥലത്തും അവിടെയുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒന്നും ഉണ്ടാവില്ല, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. വൈ? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറഞ്ഞ്, ഞങ്ങൾ ഇനി മുതൽ ഇന്റർഫിയറൻസ് ഇല്ല, നിങ്ങൾ എങ്ങനെയോ വെക്കോ, സതി ചെയ്യണമെങ്കിൽ ചെയ്തോ, എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല, സൊസൈറ്റി എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഇടപെടില്ല. ഞങ്ങൾക്ക് വേണ്ട എന്താണ്? പൈസയാണ്. ഞങ്ങൾക്ക് പണം കിട്ടിയ എന്തായി, ഞങ്ങൾ ഹാപ്പിയായി എന്ന് പറഞ്ഞു. ജനങ്ങൾ ഹാപ്പി ആയ? ഹാപ്പി. നാട്ടുരാജാക്കന്മാർ ഹാപ്പി ആയ? ഹാപ്പി. ഇനി അവര് സൈൻ ചെയ്യില്ലേ? സൈൻ ചെയ്യും. ഇതാണ് വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ 1858. നന്നായി കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ബാക്കി ഫാക്ട്സ് ഒക്കെ എന്ത് ചെയ്യും? കൂടെ വരുന്നതായിരിക്കും. എങ്കിൽ നിങ്ങൾ തന്നെ പറ, 1857 വിപ്ലവത്തിന് ശേഷം ഈ 1858 ഈ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ ബ്രിട്ടീഷ് രാജ്യത്തെ ഇന്ത്യയിൽ സ്റ്റെബിലൈസ് ചെയ്യില്ലേ? ഉറപ്പായിട്ടും ചെയ്യും. അല്ലെ? ചെയ്യാതിരിക്കോ? ഇല്ലല്ലോ. ബ്രിട്ടീഷ് രാജ്യം എന്ത് ചെയ്യുന്നതായിരിക്കും? ഇന്ത്യയിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിൽ എന്താ ഏറ്റവും ബെറ്റർ ആക്കിയിട്ട് വരുന്നതായിരിക്കും. അല്ലേ? ഡൺ അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലേ? വരും. അപ്പൊ ക്യൂൻ വിക്ടോറിയ എന്തായി? ഇന്ത്യയുടെ ക്യൂൻ ആയിട്ട് മാറി. ക്യൂൻ വിക്ടോറിയ ഈ പ്രൊക്ലമേഷൻ അന്നത്തെ എന്താ വൈസ്രോയ് എന്താ കാനിങ് എന്ത്
ചെയ്തു ആക്ച്വലി എല്ലാ നാട്ടുരാജ്യക്കുള്ള ആളുകളെയും വിളിച്ചു എവിടേക്ക് അലഹബാദിൽ. അങ്ങനെ 1 നവംബർ 1858 വൈസ്രോയ് ആയിരുന്ന കാനിങ് എന്ത് പറഞ്ഞു, ദാ പിടിച്ചോ ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ. നാട്ടുരാജാക്കന്മാർ എന്ത് പറഞ്ഞു, ഫാന്റാസ്റ്റിക്, ഓക്കെ, ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ഷോബ്രയിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ എല്ലാവരും ക്ലാസ്സിന് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ പുള്ളി അവരെന്ത് ചെയ്തു, അങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോ എല്ലാം എന്തായി, അടിപൊളിയായി, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ ഇന്ത്യ എന്തായി, ബ്രിട്ടന്റെ കോളനിയായി, നേരിട്ടുള്ള കോളനിയായി. ബ്രിട്ടീഷ് രാജ് വന്നു, നാട്ടുരാജാക്കന്മാരൊക്കെ, ഇന്ത്യൻ ആളുകളൊക്കെ എല്ലാം ഒക്കെ നമ്മുടെ ജനാർദ്ദൻ പറഞ്ഞ പോലെ എന്താ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഓക്കെ, അങ്ങനെ കോംപ്ലിമെന്റ്സ് ആക്കിയെങ്കിൽ ഇത്രയും പഠിച്ച് റിവൈസ് ചെയ്യണ്ടേ, അതിനുവേണ്ടി എന്ത് പിടിച്ചോ, ദാ ക്വസ്റ്റ്യൻസ് 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 ക്വസ്റ്റ്യൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആക്ട് ഉണ്ടെന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സമാധാനത്തിൽ സന്തോഷത്തിൽ എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, വീട്ടിൽ നിന്ന് ചെയ്യാന്നാ അത് ഞാൻ പറയും, നിങ്ങൾ എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാം. അങ്ങനെ what were the objects or objectives of Queen Victoria's proclamation 1858? ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഇപ്പൊ പഠിച്ചു നിർത്തിയല്ലുള്ളൂ. ഒന്ന്, ടു ഡിസ്ക്ലൈം എനി ഇന്റൻഷൻ ടു അനക്സ് ഇന്ത്യൻ സ്റ്റേറ്റ്. കറക്റ്റ് അല്ലേ? ഇന്ത്യൻ സ്റ്റേറ്റിനെ അനക്സ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. ഡോക്ടർ ഓഫ് ലാപ്സ് ഇല്ലാതാക്കിയില്ലേ? കറക്റ്റ്. ടു, ടു പ്ലേസ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ. ഓക്കെ, ഇന്ത്യയുടെ ഭരണം എന്തായിരിക്കും, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിലായിരിക്കും. കറക്റ്റ് അല്ലേ? നമ്പർ 3, ടു റെഗുലേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് വിത്ത് ഇന്ത്യ. എന്റെ അമ്മയെ റെഗുലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ റെഗുലേറ്റിംഗ് ആക്ട് ആയില്ലേ? അത് 1773 1773 എങ്കിൽ 3 തെറ്റാണ്, 1 2 എന്താ ശരിയാണ്. എങ്കിൽ ഓപ്ഷൻ എ 1 2 എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ ശരിയാണെന്ന് കിട്ടും. വിച്ച് ഈവൻ പ്രോംപ്റ്റഡ് ദ എനാക്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858? എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858 കാരണമായ സംഭവം? ഓബിയസ്ലി അത് ബോസ്റ്റൺ ടീ പാർട്ടിയും ഒപ്പിയൻ വാറും ഫ്രഞ്ച് റവല്യൂഷനും അല്ല, അത് വേൾഡ് ഹിസ്റ്ററി അല്ലേ. ഓക്കെ, ഇന്ത്യൻ റെവല്യൂഷൻ ഓഫ് 1857 1857 എന്താ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ഇതിനെന്തായത് കാരണമായി വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതെ. ഹൂ ബിക്കം ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1856? അത് കണ്ണോർത്തിക്കിയമാരാ, ലോർഡ് കാനിങ്. ആരായിരുന്നു ഗവൺമെന്റ് ഓഫ്, എവിടെയാണ് ഇരിക്കുന്ന ആൾ എന്നോട് പറയണേ, ആരായിരുന്നു ലോർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയതിനു ശേഷം ഫസ്റ്റ് വൈസ്രോയ് ആയിരുന്നത്? വേറെ ആരുമല്ല, ആരാ, ലോർഡ് കാനിങ്. ഓക്കെ, വാട്ട് വർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ടു പ്രൊമോട്ട് ബ്രിട്ടീഷ് മെർക്കന്റൈൽ ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ. ഓബിയസ്ലി. ഓക്കെ, എന്താ, ബ്രിട്ടീഷ് വ്യാപാര നയങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. നേരത്തെ കമ്പനിയെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർ നേരിട്ട് ചെയ്യുക. ഡൺ. 2, ബി, ടു എൻഹാൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ് സെൻട്രലൈസ് ഡിസിഷൻ മേക്കിംഗ്. രണ്ടാമത്തെ പൊസിഷനിൽ എടുക്കാം, സെൻട്രലൈസ് ഡിസിഷൻ മേക്കിംഗ്. 1853 ഡീസെൻട്രലൈസ് ചെയ്തെങ്കിലും 1858 എന്ത് ചെയ്തു, വീണ്ടും സെൻട്രലൈസ് ചെയ്തു. കറക്റ്റ്. ഓക്കെ, ടു എൻഹാൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. നേരത്തെ ഉണ്ടായിരുന്ന ഡ്യുവൽ സിസ്റ്റം ഇല്ലാതാക്കി. എന്താണ് ഡ്യുവൽ സിസ്റ്റം? ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. പകരം 2 ആളെ കൊണ്ടുവന്നു. ഒരാളുടെ പേരെന്താ, വൈസ്രോയ്, ഒരാളുടെ പേരെന്താ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ടു ഗ്രാൻഡ് ഫുൾ ഇൻഡിപെൻഡൻസ് ടു ഇന്ത്യ. പിന്നെ ഇന്ത്യക്ക് ഫുൾ സ്വാതന്ത്ര്യം അല്ലേ. ഓക്കെ അല്ലെ? സി എന്തില്ല, അതിലില്ല. ഓക്കെ, ഡി എന്താ, ടു എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുക, ആക്ച്വലി ഫെഡറൽ ഗവൺമെന്റ് കൊണ്ടുവരിക. ഓക്കെ, എങ്കിൽ ഓരോ ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുക. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? മെർക്കന്റൈൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഓപ്ഷൻ ബി ആണ് ഏറ്റവും നന്നായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഓപ്ഷൻ ബി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓപ്ഷൻ ബി ടിക്ക് ചെയ്ത് എന്തായി, ആൻസർ ആയി. അണ്ടർ ഹൂ സുപ്രീമസി ഡിഡ് ഇന്ത്യ കം ആഫ്റ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? ഇന്ത്യ ആക്ടിന്റെ ശേഷം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ആർക്ക് കീഴിലാണ് ഇന്ത്യ വന്നത്? രാജ്ഞിമാരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ആരുടെ കീഴിലാ, ക്യൂൻ വിക്ടോറിയ. എങ്കിൽ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് സ്റ്റേറ്റഡ് ദാറ്റ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് വാസ് അപ്പോയിന്റഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? താഴെ പറയുന്നവയിൽ ഏത് ആക്ടിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞത് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ ഒരു MP ആയിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുണ്ടാവും? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858 അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി എന്താ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. വിച്ച് ആക്ട് അബോളിഷ് ദ കമ്പനി റൂൾ ഇൻ ഇന്ത്യ? കമ്പനി റൂളിനെ മൊത്തമായി ഇല്ലാതാക്കിയ ആക്ട് ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഓപ്ഷൻ എ. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഡിഡ് ദ ഗവർണർ ജനറൽ റിസീവ് ദ ടൈറ്റിൽ ഓഫ് വൈസ്രോയ്? ഗവർണർ ജനറലിനെ വൈസ്രോയ് എന്ന് വിളിച്ചത് ഏത് ആക്ടിലൂടെയാണ്? ഓബിയസ്ലി ഓപ്ഷൻ ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ്
was the power to rule India transferred from the English East India Company to British Crown? താഴെ പറയുന്നവയിൽ ഏതിലാണ് ഇന്ത്യയെ ഭരിക്കാനുള്ള അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിന്ന് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്? ഓപ്ഷൻ ഡി ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഓക്കെ സർ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ഓക്കെ, നല്ല കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യൂ, എന്നാലേ ഞങ്ങൾക്ക് ഒരു ഉത്തേജനം ഉണ്ടാവുള്ളൂ. ദാ പിടിച്ചോ ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858 ആർ കറക്റ്റ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട്? സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ദ ബ്രിട്ടീഷ് ക്രൗൺ അസ്യൂം സോവറിറ്റി ഓവർ ഇന്ത്യ ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്ന് അധികാരം ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷ് ക്രൗൺ പിടിച്ചെടുത്തു. ശരിയാണ്, അതിലൊരു പ്രശ്നമില്ല. ഓക്കെ, അടുത്തത്, ദ ബ്രിട്ടീഷ് പാർലമെന്റ് എനാക്ടഡ് ദ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് ഫോർ The British Parliament enacted the first statute for the governance of India under direct rule of British. അതായത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനം ബ്രിട്ടന്റെ ഡയറക്ട് റൂളിലായിരിക്കും ഉണ്ടാവുക. ബ്രിട്ടീഷ് രാജ് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് അല്ലേ? അതെ. നമ്പർ 3, ദാറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ ദ പ്രിൻസിപ്പൽ of absolute imperial control without any popular participation in the administration of the country. പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആരെയെങ്കിലും ചേർക്കാന്നോ, അതായത് ഒരുപാട് പേരെ ചേർക്കാന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? ബ്രിട്ടനുള്ള ബെറ്റർ ഗവൺമെന്റ് ആണ്. അപ്പോ ഇവിടെ ഇമ്പീരിയൽ കൺട്രോൾ കൂട്ടാന്നുള്ള ഒരു ലക്ഷ്യം. ഇമ്പീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിന്റെ പുറത്ത് വേറൊരു രാജ്യം ഭരിക്കുന്നു, അതല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ കമ്പനി രാജായിരുന്നു, ഇപ്പൊ അവിടെ എന്തായി? ബ്രിട്ടീഷ് രാജായില്ലേ? എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? എങ്കിൽ ഓപ്ഷൻ സി ടിക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? ആൻസർ കിട്ടുന്നതായിരിക്കും. വിത്ത് റെഫറൻസ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്ന പ്രസ്താവനകൾ കൺസിഡർ ചെയ്യുക. നമ്പർ 1, ഇറ്റ് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ട്രാൻസ്ഫർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ടു ബ്രിട്ടീഷ് ക്രൗൺ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്തു, അഡ്മിനിസ്ട്രേഷൻ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ബ്രിട്ടീഷ് ക്രൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. 2, ഇറ്റ് ക്രിയേറ്റഡ് ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഹു വാസ് മെമ്പർ ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ശരിയല്ലേ? ഓക്കെ, ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ മെമ്പർ ആയിരുന്ന ഒരു വ്യക്തി എന്താക്കി? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാക്കി. 3, ഇറ്റ് ഇൻട്രൊഡ്യൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ദ ഗവർണൻസ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ അറ്റ് ദ പ്രൊവിൻഷ്യൽ ലെവൽ. ഓക്കെ, അതായത് പ്രവിശ്യ ലെവലിൽ ഭരണഘടനാപരമായ റിഫോം ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. പ്രവിശ്യ ലെവലിൽ ഭരണഘടനാപരമായ റിഫോം ഉണ്ടാക്കിയിട്ടില്ല. പകരം എന്താ ചെയ്തത്? പ്രവിശ്യ ലെവലിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതിന് റിഫോർമേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവരാൻ വേണ്ടി കൗൺസിൽസ് ആക്ട് വരുന്നതായിരിക്കും. അപ്പൊ 3 തെറ്റാണ്, 1, 2 എന്താ ശരിയാണ്? എങ്കിൽ ടിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആക്ട് ഓഫ് 1858. 1, പവർ ട്രാൻസ്ഫേർഡ് ഫ്രം കമ്പനി ടു ബ്രിട്ടീഷ്. ശരിയല്ലേ? ഓക്കെ. 2, ഇന്ത്യൻ കൗൺസിൽ വാസ് ക്രിയേറ്റഡ് ടു അഡ്വൈസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ഇന്ത്യൻ കൗൺസിൽ ഉണ്ടായത്? അത് ഇന്ത്യൻ കൗൺസിൽ ആയിട്ട് വരാൻ പോണേ ഉള്ളൂ. രണ്ടാമത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ആളിറങ്ങുന്ന ഒരു കൗൺസിൽ ഉണ്ട്, അത് ബ്രിട്ടനിൽ ഇരിക്കുന്നതായിരിക്കും. ഇവിടെ യാതൊരു ബന്ധവുമില്ല. എങ്കിൽ 1 മാത്രമാണ് ശരി. ഓക്കെ, ഓപ്ഷൻ എ ആയിരിക്കും എന്താ ആൻസർ ആയിട്ട് വരേണ്ടത്. കറക്റ്റ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858 സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ്. അല്ലെ? ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതിയിരിക്കുന്ന എന്താ? ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ്. പാർലമെന്റ് എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടനിലുള്ള പാർലമെന്റ്. അപ്പൊ രണ്ട് സിസ്റ്റം ഓർമ്മ വരുന്നുണ്ടല്ലോ? അതെ, അത് ശരിയാണ്. ബി, ദ സുപ്രീം ബോഡി ഫോർ ഇന്ത്യ വാസ് ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അല്ലേ? ഞാൻ പറഞ്ഞു ക്രൗൺ തന്നെയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ആരായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലേ? അപ്പൊ അത് ശരിയാണ്. ക്വീൻ വിക്ടോറിയ ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ വിച്ച് വാസ് റെഡ് ഔട്ട് ബൈ ദ ഗവർണർ ജനറൽ കാനിങ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, അറ്റ് ദ ദർബാർ ഹെൽഡ് അറ്റ് കാൺപൂർ. കാൺപൂർ അല്ലല്ലോ, അലഹബാദ് ആണ്. ഓക്കെ, ഓൺ 1 November 1858. ബാക്കി എല്ലാം ശരിയാണ്. ഏതാ തെറ്റ്? കാൺപൂർ അല്ല, എന്താ വരിക? അലഹബാദ് ആണ് വരിക. ഡി, after 1858 the interest of India were further subordinated to those of Britain. Okay, 1858 ശേഷം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്താ? വീണ്ടും പോയി ബ്രിട്ടന്റെ ഇൻട്രസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലേ? ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് പറഞ്ഞാൽ ആർക്കുള്ള ബെറ്റർ ഗവൺമെന്റാ? ബ്രിട്ടനുള്ള ബെറ്റർ ഗവൺമെന്റാ. എങ്കിലിവിടെ തെറ്റേതാണ്? സിയിലാണ് തെറ്റുള്ളത്. ഒറ്റ വാക്കേ തെറ്റുള്ളൂ. വാക്കേതാ?
അലഹബാദ്. ബാക്കി എല്ലാം ശരിയാണ്. ഓക്കെ, ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ ഉണ്ടായിരുന്നു. എന്താ കാനിങ് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദർബാറിലാണ് റീഡ് ചെയ്തത്. ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ 1 നവംബർ 1858 നോ പ്രോബ്ലം. ദർബാർ എവിടെയാണ്? അലഹബാദിലാണ്. ഓക്കെ, നോട്ട് കാൺപൂർ, ഇറ്റ് വാസ് ഇൻ അലഹബാദ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രൊവിഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858? താഴെ പറയുന്നവയിൽ ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ പ്രൊവിഷൻ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യ വാസ് ടു ബി ഗവർൺ ബൈ ക്യൂൻസ് നെയിം. ഓബിയസ്ലി ആരാ? ക്യൂൻ വിക്ടോറിയ. B. The Queen's Principal Secretary of State received the powers and duties of the company's court of directors. Okay, ആദ്യം നമുക്ക് ഇതിനെ 2 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ട്, ക്യൂനിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണോ? ഞാൻ പറഞ്ഞ് ക്യൂൻ ഉണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിക്കുന്നതായിരിക്കും. ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു MP ആണ് എന്ത്? നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. പക്ഷെ ക്യൂനിന്റെ പേരിലല്ലേ ഭരിക്കുന്നത്. എങ്കിൽ ക്യൂനിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാണ് പുള്ളിയെ വിളിച്ചൂടെ? ഇനി ക്യൂനിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് കാണാപ്പാടം പഠിക്കണ്ട, ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത്. ക്യൂനുണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട്, ഇയാളൊരു MP ആണ്. ഹി ഈസ് റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് പാർലമെന്റ്. ഇത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിന്റെ പേരെന്താ? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹെഡിന്റെ പേരെന്താ? ക്യൂൻ ആണ്. അപ്പൊ അതുകൊണ്ട് ക്യൂൻ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കൽ റെസ്പോൺസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ക്യൂൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ആലോചിക്കരുത്. കൺസെപ്റ്റ് മാത്രം വെക്കുക, എന്ത് ചെയ്യുക, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് റിസീവ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനീസ് ഓഫ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പദവി ആർക്ക് കിട്ടി? സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും. ബോർഡ് ഓഫ് കൺട്രോളിന്റെ പവർ ആർക്ക് കിട്ടി? നമ്മുടെ ആരാണുള്ളത്? പേരെന്താ? വൈസ്രോയ്ക്കും കിട്ടി. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി. പ്രൊവിഷൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് കീഴിൽ എന്തുണ്ടാവും? ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ടാവും. പറഞ്ഞല്ലേ? D. The British Parliament was empowered to appoint a Governor General and governors of the presidencies. എന്റെ മക്കൾ ഇതൊക്കെ പണ്ടേ വന്നതല്ലേ, പണ്ടത്തെ ആക്ടിൽ നമ്മൾ പഠിക്കുന്നതല്ലേ. ഗവർണർ ജനറൽ എന്ത് കിട്ടും? ഗവർണർ ജനറൽ ആരെ അപ്പോയിന്റ് ചെയ്യും? ബ്രിട്ടീഷ് പാർലമെന്റ് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, 1853 വന്നാണ്, 1813 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് 1833 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം പഠിച്ചതല്ലേ. അത് 1858 അല്ലല്ലോ. എങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858? ആകെ കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, ഇറങ്ങി പിടിച്ചോ. The Queen's Principal Secretary of State received the powers and duties of company's court of directors. ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ അത് ശരിയാണല്ലോ. ഇനി അതിന്റെ പുറത്ത് കൂലങ്കഷമായി നമുക്ക് ഡിസ്കഷന്റെ ആവശ്യമില്ലല്ലോ. അടുത്തത് ബി. A council of 15 members was appointed to assist the Secretary of State for India. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 15 ആളുകളില്ലേ? ശരിയല്ലേ? ഓക്കെ. സി. For all the communications between Britain and India, the Secretary of State become the real channel. Correct അല്ലേ? ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോട് രണ്ടുപേരും സംസാരിക്കുക. എങ്കിൽ ഡി, ഓൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ടിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, വീട്ടിൽ പോവുക, ആൻസർ ചെയ്യുക. ഓക്കെ, ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858? ആരാ? ലോർഡ് പാമൽസ്റ്റൺ. അപ്പൊ ഓപ്ഷൻ ആയി ടിക്ക് ചെയ്യുക, എന്ത് കിട്ടും? മാർക്ക് കിട്ടുന്നതായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ റിസൾട്ട് ഓഫ് റിവോൾട്ട് ഓഫ് 1857? എന്റെ അമ്മ ഇതെന്താ റിവോൾട്ട് ഓഫ് 1857 എന്ന് വിചാരിക്കേണ്ട. റിവോൾട്ട് ഓഫ് 1857 റിസൾട്ട്സിൽ ഒന്നല്ലേ എന്ത്? 1858 റിസൾട്ട് ആണ് എന്ത്? 1858 എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കറക്റ്റ് അല്ലേ? ഒന്ന്, ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിളിക്കുന്ന വേറൊരു പേരല്ലേ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ശരിയല്ലേ? രണ്ട്, ദ റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഡഡ്. കറക്റ്റ്. ഓക്കെ, ആൻഡ് ഇന്ത്യ വാസ് ടേക്കൺ ഓവർ ബൈ ബ്രിട്ടീഷ് ക്രൗൺ. ആണല്ലോ. ബ്രിട്ടനിലെ രാജ്യം എന്ത് ചെയ്തു? ഭരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. മൂന്ന്, ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്താ? ക്രിയേറ്റ് ചെയ്തു. കറക്റ്റ് അല്ലേ? എ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയറാർക്കി വർ ഇൻട്രൊഡ്യൂസ്. അതൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. 1909 ആക്ടിലും എന്താ മിന്റോ മോർലി പരിഷ്കാരം, മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരത്തൊക്കെ വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഓക്കെ, കമ്മ്യൂണൽ റെപ്രസെന്റേഷനും ഡയറാർക്കിയും. അപ്പൊ നാലില്ലെങ്കിൽ ഓപ്ഷൻ എ പോയി, ഓപ്ഷൻ ബി പോയി, ഓപ്ഷൻ ഡി പോയി. എങ്കിൽ ഓപ്ഷൻ സി ഉള്ളൂ. 1 2 3 എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക, മാർക്ക് വാങ്ങുക. ഓക്കെ. ഡൺ. അപ്പൊ നമ്മുടെ
ഒരു സീരീസിന്റെ ഒരു ഭാഗം തീർന്നു. അതായത് കമ്പനി രാജ് എന്ന് പറഞ്ഞ ഭാഗം തീർന്നു. കമ്പനി രാജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1773 മുതൽ എപ്പോൾ വരെ 1858 വരെയുള്ള ആക്ടുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന ബ്രിട്ടീഷ് രാജാണ്. ബ്രിട്ടീഷ് രാജിന് എന്ത് കിട്ടണം? നമുക്ക് ഫ്രീഡം കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയുടെ പേരാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പൊ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ആക്ട് ഉണ്ടായിരുന്നുള്ളത് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓക്കെ, @Kiran PSC സ്റ്റഡി സർക്കിൾ, @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്നീ പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? ഇതിന്റെ PPTs എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ വീണ്ടും ടാറ്റ. ഓക്കെ അല്ലേ?